Hi friends, once again welcome back to my channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹാൻഡ് മെയ്ഡ് എഞ്ചിനാണ്. അത് എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഒരു സോളിനോയിഡ് എഞ്ചിനാണ്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യണത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ എഞ്ചിൻ സെറ്റ് ചെയ്യാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മളിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. കാരണം ഇത് വീഡിയോ കൂടുതൽ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതെല്ലാം ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് വാഷർ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് പീസിൽ നിന്ന് കട്ട് ചെയ്തൊരു സ്പോട്ട് ബിറ്റ് വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് സെൽ സ്ക്രൂ ഉണ്ട്, ഒരു 2 തടി പീസ് ഉണ്ട്, പിന്നെ ഒരു സോളിനോയിഡ് നമ്മൾ വൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ 2 വെൽഡിംഗ് റോഡ് വളച്ചതുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് പിന്നീട് പറയാം. പിന്നെ സ്ക്രാപ്പ് മെറ്റലിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത 2 ചെറിയ ബ്രാക്കറ്റുകൾ, പിന്നെ ഒരു പച്ചിരുമ്പ് ഒരു റോഡ് നമ്മൾ കട്ട് ചെയ്ത് ഒരു ബ്രാക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വയറും കഷ്ണമുണ്ട്, പിന്നെ ഒരു ടോയ് കാറിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ടയറ്, പിന്നെ ചെറിയൊരു വെൽഡിംഗ് റോഡ്, പിന്നെ ഇത് അസംബിൾ ചെയ്യാൻ ആവശ്യമുള്ള ടൂൾസ്, പിന്നെ ഒരു SMPS, ഇതിന് പവർ കൊടുക്കാൻ വേണ്ടി ഒരു SMPS, പിന്നെ ഒരു ഗ്ലൂ ഗണ്ണ്. ഇത്രയാണ് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതെങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് നമ്മൾ കാണിച്ചു തരാം. ഇതിനകത്ത് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സോളിനോയിഡ് ആക്കാനുള്ള ഒരു ട്യൂബാണ്. അപ്പോൾ ഇത് നമ്മൾ സ്ക്രാപ്പിംഗ് എടുത്താണ്. ഇതിനകത്ത് നമുക്ക് വൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂ എടുത്ത് ഇതിൽ കയറ്റിയിട്ട് ഡ്രില്ലിംഗ് മെഷീൻ ഇത് കണക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മളിത് ഉറപ്പിച്ചിരിക്കുന്നു, തിരിയുന്നുണ്ട്. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കോയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് കമ്പിച്ചിട്ടാണിത്. അപ്പോൾ ഇതിനകത്തോട്ട് വൈൻഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മളിതിൻ്റെ ഇതിലെടുത്തിരിക്കുകയാണ്. കുറച്ച് എക്സ്ട്രാ വിട്ടതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഒന്ന് കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് വെളിയിലോട്ടിട്ട് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിത് കുറച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വൈൻഡ് ചെയ്ത് വെച്ച ഈ ഒരു സോളിനോയിഡ് നമ്മൾ ഇതിനകത്തോട്ട് ഉറപ്പിക്കണം. അതിനായിട്ട് നമ്മൾ ഗ്ലൂ ഗൺ എടുത്തിട്ട് കുറച്ച് ഗ്ലൂ ഒട്ടിക്കുക അതിനകത്ത്. ഓക്കെ, കുറച്ച് മതി. ശേഷം നമുക്ക് ഇങ്ങനെ ഉറപ്പിച്ചു കൊടുക്കാം. ക്ലിയറായിട്ട് ഉറപ്പിക്കുക. ഇതുപോലെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കും. പിന്നെ അത് അവിടെ സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് സെൽ സ്ക്രൂ എടുക്കുക. നമ്മുടെ ഈ ബ്രാക്കറ്റ് ഇതിലേക്ക് പിടിപ്പിക്കണം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ബ്രാക്കറ്റ് ഇവിടെ ഉറപ്പിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഒരു ബ്രാക്കറ്റ് ഉറപ്പിച്ച് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ഈ ക്രാങ്ക് ഷാഫ്റ്റ്, ഇത് നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന കമ്പിയാണ്. ഇത് വളച്ച് ക്ലിയറായിട്ട് എടുത്തതാണ്. അപ്പോൾ ഇത് വളയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഇത് കറക്റ്റ് ഒരു അലൈൻമെൻറ്റ് കിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് വളച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഈ ഒരു വാഷർ കയറ്റിയിടുകയാണ്. അതിന് ശേഷം നമ്മൾ നമ്മുടെ കണക്റ്റിംഗ് റോഡായിട്ട് ഉപയോഗിക്കുന്ന പീസാണിത്. അപ്പോൾ അതും കയറ്റിയിടുക. കയറ്റിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു വാഷ് കൂടെ ഇതിനകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ഇൻസുലേഷൻ പീസ് കട്ട് ചെയ്തെടുക്കുക. 2 പീസ് കട്ട് ചെയ്തെടുക്കുക. കുറച്ചുകൂടെ കയറ്റിയിടുക. ഇതിലേക്ക് കയറ്റിയിട്ടതിന് ശേഷം നമ്മൾ ഈ ലൈറ്റർ ഉപയോഗിച്ച് ഒന്ന് ചൂടാക്കി ഒന്ന് ഉറപ്പിക്കുക അവിടെ. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത ഒരു പീസ് കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അതുകൂടെ ഇതിന് ഉള്ളിലോട്ട് കയറ്റുക. ഓക്കെ ആയിട്ടുണ്ട്.
എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു കണക്റ്റിംഗ് റോഡ്, നമ്മുടെ കണക്റ്റിംഗ് റോഡ് അതിനകത്തൊന്ന് സെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഈ സൈഡ് കയറ്റിയിടുക. സൗണ്ട് വരും. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതിനി ഇതിനകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഇങ്ങനെ കയറ്റിയിടുക. ഇങ്ങനെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ അടുത്ത പീസ് നമ്മൾ ഇതിനകത്തോട്ട് കയറ്റണം. അതിനായിട്ട് നമ്മുടെ അടുത്ത ബ്രാക്കറ്റ് ഇതിനുള്ളിലോട്ട് കയറ്റിയിട്ട് നമ്മൾ ഒരു സ്ക്രൂ അടിക്കാൻ പോവുകയാണ്. ഒരു സ്ക്രൂ കൂടെ നമ്മൾ സെലക്ട് ചെയ്തു. അടുത്ത സ്ക്രൂ നമ്മൾ സൈഡിൽ കറക്റ്റ് ഹൈറ്റ് കറക്റ്റ് ആയിരിക്കണം രണ്ട് ബ്രാക്കറ്റിൻ്റെയും. ഇപ്പോൾ രണ്ട് ബ്രാക്കറ്റ് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉറപ്പിച്ചത്. ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സോളിനോയിഡിൻ്റെ പിസ്റ്റൺ, അതായത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച റോഡ് വെച്ചിട്ടുള്ള പിസ്റ്റൺ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെറിയൊരു അതിനകത്തൊരു കണക്ട് ചെയ്യാനായിട്ടൊരു പിൻ എടുത്തിട്ടുണ്ട്. അതൊരു വെൽഡിംഗ് റോഡാണ്. അപ്പോൾ അതിന് ശേഷം രണ്ട് വാഷ് റോഡ് എടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക. ഒരു വാഷർ അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ച് വീണ്ടും ഇതുപോലെ തന്നെ ഒരു വാഷോടെ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ പിസ്റ്റൺ നമ്മൾ അതിനകത്തോട്ട് ആ ഒരു പിന്ന് കയറ്റി വെച്ചിട്ടുണ്ട്, രണ്ട് വാഷ് ഇട്ടിട്ട്. ഇനി അത് ഊരിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു വാഷ് രണ്ടെണ്ണം അപ്പുറം ഇപ്പുറം കയറ്റി ഇടേണ്ടതാണ്. അതിനായിട്ട് നമ്മൾ ഇച്ചിരി തള്ളി ഫ്രണ്ടിലോട്ട് വെച്ചു. അതിന് ശേഷം നമ്മൾ ഗ്ലൂ ഗൺ എടുത്തിട്ട് അതൊന്ന് ഉറപ്പിക്കണം. മതി, ഒന്ന് തണുക്കട്ടെ. തണുക്കാൻ കുറച്ച് സമയം കൊടുക്കണം. ഓക്കെ ആയിട്ടുണ്ട്. ഒരു വാഷ് കൂടെ നമ്മൾ അതിന് അടുത്തറ്റത്തേക്ക് കയറ്റിയിടുക. എന്നിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്രയും മതി. അപ്പം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പിസ്റ്റണും ക്രാങ്ക് ഷാഫ്റ്റുമാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ സോളിനോയിഡ് അതിന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. സോളിനോയിഡ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പിസ്റ്റൺ ഈ സോളിനോയിഡിനുള്ളിലോട്ട് കയറ്റി വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. കുറച്ച് ചരിവുണ്ട്, ഇതൊക്കെ നോക്കിയിട്ട്. ഓക്കെ, ഇവിടെ കറക്റ്റ് പോയിൻ്റാണ്, നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തടിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ മാർക്കായിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഗ്ലൂ ഗൺ എടുക്കുക. വീണ്ടും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ആ പൊസിഷനിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കി നോക്കുക. ഏകദേശം ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ കറങ്ങുന്ന രീതിയിൽ ചെയ്ത് വയ്ക്കുക. കറക്റ്റ് ഒന്ന് അലൈൻമെൻറ്റ് കിട്ടിയാൽ നല്ലതായിരിക്കും. ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള ഈ ഒരു ടയർ കയറ്റുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു രണ്ട് വാഷ് കൂടി ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് ഒരു വാഷ് ഇവിടുന്ന് കയറ്റിയിട്ടിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഒരു വാഷ് കൂടി ഇപ്പുറത്തോട്ട് ഇട്ടു. ഓക്കെ, അതിന് ശേഷം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഗ്ലൂ വേണ്ട, നമുക്ക് ഇത് തന്നെ ഇട്ട് കൊടുക്കാം. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കണം. അതിനുശേഷം നമ്മുടെ ലൈറ്റർ എടുത്ത് ഇങ്ങനെ ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് സ്രിങ്ക് ആവുന്നതായിരിക്കും. അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരു പീസ് കൂടെ കട്ട് ചെയ്തെടുക്കുക.
വഴി നമ്മൾ ഇട്ടിട്ടുണ്ട്. കുറച്ച് ലൂസാവണം, കുറച്ച് ഫ്രീ ആയിട്ടിരിക്കണം. ലൈറ്റ് എടുത്ത് വീണ്ടും നമ്മൾ ഒന്ന് കത്തിച്ച് സ്ട്രിങ്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് ഇത് വർക്കാവുന്നുണ്ട്, കണ്ടില്ലേ? ഇതൊരു കറക്റ്റ് ഒരു എഞ്ചിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മോഷനാണിത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ടയർ ഫ്ലൈ വീലായിട്ട് നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അത് കുറച്ച് ഗ്ലൂ ഗൺ ഇടുക. ശേഷം നമ്മുടെ ടയർ ഉള്ളിലേക്ക് തിരികെ വയ്ക്കുക. ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോളിനോയിഡ് എഞ്ചിൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിന് കണക്ഷൻ കൊടുക്കുന്ന പരിപാടിയേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ സോളിനോയിഡിൻ്റെ എഡ്ജിലുള്ള ഇൻസുലേഷൻ ഒന്ന് കളയണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കത്രിക എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് സാൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ സാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്ത് ഇൻസുലേഷൻ പോകും. ശേഷം ഒരു വയർ ഇതിനകത്തിട്ട് കണക്ട് ചെയ്യുക. ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഏതെങ്കിലും സൈഡിലോട്ട് എടുത്ത് നമുക്കിനി ഈ ഒരു പീസിൽ എത്തിക്കണം. ഈ ഒരു സ്ക്രൂ അടിച്ചെടുത്ത് എത്തിക്കണം. നമ്മൾ ഈ സ്ക്രൂവിന് ചുറ്റും ഒന്ന് ചുറ്റി വയ്ക്കുകയാണ്. ഓക്കെ, എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കണക്ഷൻ ഇതുവഴി പോയി ഈ ബ്രാക്കറ്റ് വഴി ഈ റോഡിലെത്തണം. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ആ ഒരു കണക്ഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഈ ഒരു സോളിനോയിഡ് ഒരു എൻഡും ഒരു ഈ ബ്രാക്കറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഒന്ന് സ്ട്രോങ് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇത്ര സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ SMPS എന്ന് വരുന്ന ഒരു ഔട്ട്പുട്ട് നമ്മൾ ഡയറക്റ്റ് ഈ സോളിനോയിഡിനകത്ത് ഒന്ന് പിരിച്ച് ചേർക്കുക. ഓക്കെ, അപ്പം ആ ഒരു കണക്ഷൻ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വരുന്ന ഔട്ട്പുട്ട് നമ്മൾ ഈ വയറിലാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ വയറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ വയറിനെ നമ്മൾ ഇങ്ങോട്ട് സൈഡിൽ വെച്ചു. ഈ വയറിന് ഇവിടെ ഒന്ന് സ്ക്രൂ ചെയ്യണം നമുക്ക്. അതിനായിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി. ആൾറെഡി സ്റ്റാർട്ടായി. സെക്കൻഡ് കൊടുക്കുമ്പോഴേ സ്റ്റാർട്ടായി. ഓഫ് ആക്കിട്ട് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ തൊട്ടപ്പോഴേ തന്നെ സ്റ്റാർട്ടായി. ഓക്കെ, അത് ഓഫായില്ല. ഓക്കെ, നമ്മളിവിടെ സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഉറപ്പിക്കുക. ഈ വയറൊക്കെ ഒന്ന് ജസ്റ്റ് റെഡിയാക്കി വെക്കുക. ഓക്കെ, ഇനി ഇത് വർക്കാവില്ല എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ കണക്ഷൻ കറക്റ്റ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ആക്കാൻ പോവുകയാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ആയിക്കോളും. ഇങ്ങനെ ഇത് വർക്ക് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ പവർ എത്രത്തോളം കൊടുക്കുന്നു അത്രത്തോളം വർക്ക് ആയിക്കൊണ്ടേയിരിക്കും. ഇച്ചിരൂടെ നല്ല രീതിയിൽ പവർ കൊടുക്കാമെങ്കിൽ നല്ല രീതിയിൽ സ്പീഡിൽ കറങ്ങും. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. കണ്ടോ, ടയർ റൊട്ടേഷൻ കണ്ടോ, കറക്റ്റ് ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്ന പോലെ, പിസ്റ്റൺ വർക്ക് ചെയ്യുന്ന പോലെ ഇത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ഇതിൻ്റെ വർക്കിങ്. അപ്പോൾ ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കൂടെ പറഞ്ഞുതരാം. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സോളിനോയിഡ് ഒരു മാഗ്നറ്റായിട്ട് മാറുകയും ഈ ഒരു ഹോളോ ട്യൂബിനകത്തിരിക്കുന്ന ഈ അയൺ റോഡിനെ അത് പുള്ളി ചെയ്യുകയും ചെയ്യുന്നു. ഉള്ളിലോട്ട് പുള്ളി ചെയ്യുന്ന സമയത്ത് ഈ ഒരു പവർ ഇതിൽ സ്റ്റോർ ചെയ്യും. ഈ നമ്മുടെ ഈ ചെറിയ ടോയ് കാറിൻ്റെ ഈ ഒരു ടയറിൽ സ്റ്റോർ ചെയ്യും. അത് പിന്നീടുള്ള ആക്ഷൻ അതാണ് കൊടുക്കുന്നത്, നമ്മൾ കാറിൻ്റെയൊക്കെ ഫ്ലൈ വീല് പോലെ. അപ്പോൾ വീണ്ടും അതൊരു കണക്ഷൻ കണ്ടിന്യൂസ് ഇവിടെ നമ്മൾ കണ്ടോ, ഈ ഒരു പിസ്റ്റൻ്റെ ബി ഡി സി, അത് ബോട്ടം സൈഡിൽ നമ്മൾ അതിൻ്റെ ഒരു കണക്ഷൻ വരത്തക്ക രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ബോട്ടത്തിലെത്തുമ്പോൾ അത് വീണ്ടും കണക്റ്റഡ് ആകും, വീണ്ടും ഉള്ളിലോട്ട് പുള്ളുകയും ചെയ്യും. ഇതൊരു റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എത്രത്തോളം പവർ കൊടുക്കുന്നു അത്രത്തോളം സമയം ഇത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ വീണ്ടും കാണുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.